ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് ഉച്ചയൂണിന് തയ്യാറാക്കിയ 2 കറികളാണ്. മുരിങ്ങയ്ക്കായും പടവലങ്ങായും കൊഞ്ചും ചേർത്തുള്ള ഒരു തെക്കൻ സ്റ്റൈൽ കറി. കൊഞ്ച് വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയെക്കാട്ടിൽ കൂടുതൽ വേണം മുളക് പൊടി, ഉപ്പും ഇഞ്ചിയും, ഒരു കഷ്ണം ഇഞ്ചിയും, 2 പച്ചമുളകും, കറിവേപ്പിലയും, ചെറിയ ചൂടുവെള്ളവും ചേർത്ത് പകുതി വേവിച്ചെടുക്കാം. അതിലേക്ക് മുരിങ്ങയ്ക്ക, പടവലങ്ങ, പച്ചമുളക്, ആവശ്യത്തിന് എരിവ് ഇച്ചിരി മുമ്പിട്ട് നിൽക്കുന്നത് നല്ലതാണ്. കറിവേപ്പില, തക്കാളിക്ക, ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. തക്കാളിക്കായ്ക്ക് പകരം മാങ്ങായും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഉപ്പിടാൻ മറന്നു പോകരുത്. അരമുറി തേങ്ങായും 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 3-4 കൊച്ചുള്ളി ചേർത്ത് അരച്ച് ഇതിലേക്ക് ഒഴിക്കാം. നന്നായി തിളച്ചതിന് ശേഷം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി വേവിക്കുക. എണ്ണ തെളിയുമ്പോൾ ഓഫ് ചെയ്യാം. കറി റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തത് അച്ചങ്ങ സ്പെഷ്യൽ രീതിയിൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. പാൻ ചൂടായി ഓയിലൊഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കാം. അതിനുശേഷം തേങ്ങാക്കൊത്ത് വഴറ്റിയെടുക്കാം. ഒരു സവാളയും 2 പച്ചമുളകും കറിവേപ്പിലയും 2 വെളുത്തുള്ളിയും വഴറ്റി ചതച്ച് ചേർക്കാം. വഴന്നു കഴിയുമ്പോൾ അച്ചങ്ങായും അതിലിട്ട് വഴറ്റുക. നന്നായി വഴരണം. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് വേവിക്കുന്നില്ല, അതുകൊണ്ട് നന്നായി വഴറ്റാം. ഒന്നടച്ച് വെച്ചാൽ വേവിച്ചതിന് ശേഷമായാലും മതി. മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ സ്പെഷ്യൽ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. അല്പം മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റുക. വഴറ്റുമ്പോൾ നല്ല ടേസ്റ്റാകും. നല്ല മണം, ഒരു നല്ല മണവും ഉണ്ടാകും. ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് 2 തവണയെങ്കിലും ഒന്ന് അടച്ച് ഇളക്കി അടച്ച് വെച്ച് അത് വേവിച്ചെടുക്കാം. അതിനുശേഷം അല്പം ഓയിൽ വേണമെങ്കിൽ ഒഴിച്ച് നമുക്കത് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.